ഭാരതം റഷ്യ വാർഷിക ഉച്ചകോടിക്കെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനായി അത്താഴ വിരുന്നൊരുക്കി രാഷ്ട്രപതി ദ്രൗപദി മുർമു. അത്താഴ വിരുന്നിൽ എംപിയും കോൺഗ്രസ് നേതാവുമായ ശശി തരൂർ എംപിക്കും ക്ഷണം. പ്രതിപക്ഷ നേതാവ് രാഹുലിനും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും ക്ഷണമില്ലാത്ത ചടങ്ങിലേക്കാണ് ശശി തരൂർ എംപിയെ ക്ഷണിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, അവിടെ രാഹുലിനും ഖാർഗെയ്ക്കും ക്ഷണമില്ല, തരൂരിനെ ക്ഷണിച്ചിരിക്കുകയാണ്. പോകുമെന്നാണ് തരൂരിന്റെ പ്രതികരണം ഉണ്ടായത്. വിവരങ്ങൾ. നിലിമ, ഭാരതത്തിലെത്തിയിട്ടുള്ള റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഈ സന്ദർശന വേളയിലെ ഏറ്റവും അവസാനത്തെ പരിപാടിയാണ് രാഷ്ട്രപതിയുടെ വസതിയിലെ അത്താഴ വിരുന്ന്. രാഷ്ട്രപതി ദ്രൗപദി മുർമു റഷ്യൻ പ്രസിഡന്റിന് അത്താഴ വിരുന്ന് ഒരുക്കുന്നു. അതിലേക്കാണ് കോൺഗ്രസ് നേതാവും ഒപ്പം എംപിയുമായിട്ടുള്ള തിരുവനന്തപുരം എംപിയുമായിട്ടുള്ള ശശി തരൂരിനെ ക്ഷണിച്ചിട്ടുള്ളത്. അതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുകയാണ്. കാരണം പ്രതിപക്ഷ നേതാവ് രാഹുലിനോ രാജ്യസഭയിൽ കോൺഗ്രസിന്റെ കക്ഷി നേതാവും കോൺഗ്രസിന്റെ അധ്യക്ഷനുമായിട്ടുള്ള മല്ലികാർജ്ജുന ഖാർഗെയ്ക്കോ ഈ ഒരു അത്താഴ വിരുന്നിലേക്ക് ക്ഷണം നൽകിയിട്ടില്ല. ആ പരിപാടിയിലേക്കാണ് ഇപ്പോൾ ശശി തരൂരിനെ ക്ഷണിക്കുകയും അദ്ദേഹം എത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ പരിപാടിക്ക് പോകുന്നതിന് മുൻപേ തന്നെ തനിക്ക് ക്ഷണം ലഭിച്ചു, അതിൽ വലിയ സന്തോഷമുണ്ട്, താൻ ചടങ്ങിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ശശി തരൂർ പ്രതികരിച്ചത്. എന്നാൽ പവൻ ഖേര ഉൾപ്പെടെയുള്ള ചില കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ശശി തരൂരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. മനസാക്ഷിയുള്ള ആരും സ്വന്തം നേതാക്കളെ ക്ഷണിക്കാത്ത ചടങ്ങിലേക്ക് പങ്കെടുക്കില്ല, സ്വന്തം നേതാക്കളെ ക്ഷണിക്കാത്ത വിരുന്നിൽ പങ്കെടുക്കില്ല എന്ന വിമർശനമാണ് പവൻ ഖേര ഉൾപ്പെടെയുള്ള നേതാക്കൾ നടത്തിയിട്ടുള്ളത്. റഷ്യൻ നയതന്ത്രവുമായി ബന്ധപ്പെട്ട ദീർഘകാലം പ്രവർത്തിച്ചതിന്റെ അറിവ്, ഒപ്പം ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്തിയിട്ടുള്ള സംഘത്തിലെ പ്രമുഖ വ്യക്തി കൂടിയാണ് എം പി ആയിട്ടുള്ള ശശി തരൂർ. ഭാരതത്തിന്റെ ദേശീയ നിലപാടുകൾ, ഭീകരവാദത്തിനെതിരെയുള്ള നിലപാടുകൾ, അതെല്ലാം അന്താരാഷ്ട്ര വേദികളിൽ ഉറക്കെ പറഞ്ഞിട്ടുള്ള, തുറന്നു പറഞ്ഞിട്ടുള്ള നേതാവ് കൂടിയാണ് ശശി തരൂർ. അത്തരം കാരണങ്ങൾ കൊണ്ടാകാം ശശി തരൂർ എം പിയെയും ഈ അത്താഴ വിരുന്നിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. എന്നാൽ രാഹുലിനും, അതായത് പ്രതിപക്ഷ നേതാവ് രാഹുലിനും കോൺഗ്രസ് അധ്യക്ഷനെയും ക്ഷണിക്കാത്ത വേദിയിലേക്ക് കോൺഗ്രസിന്റെ എം പി കടന്നു ചെന്നതിനെ കോൺഗ്രസിന്റെ തന്നെ ചില മുതിർന്ന നേതാക്കൾ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. കൂടാതെ അടുത്തിടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും വാനോളം പുകഴ്ത്തിക്കൊണ്ടും പ്രശംസിച്ചുകൊണ്ടും നിരവധി പ്രസ്താവനകൾ തുടർച്ചയായി ശശി തരൂർ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കോൺഗ്രസ് നേതാക്കളെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട് എന്നാണ് പവൻ ഖേര ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ശരി, ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.